നമസ്കാരം. ലോകത്ത് ഏറ്റവും ശരവേഗത്തിൽ വളർന്ന രാജ്യങ്ങളിലൊന്നാണ് സിംഗപ്പൂർ. വളരെ ചെറിയൊരു രാജ്യമാണ്. പക്ഷേ അവരുടെ വിഭവങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരമാവധി വളർച്ച നേടാൻ വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ തന്നെ അവർക്കത് കഴിഞ്ഞിരുന്നു. ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ, അതായത് ഗൾഫിലേക്കുള്ള പ്രവാസം ആരംഭിക്കുന്നതിനും എത്രയോ മുമ്പ് തന്നെ സിംഗപ്പൂരിലേക്ക് പലരും ജോലിക്കായി യാത്ര ചെയ്തിട്ടുണ്ട്. നിരവധി ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ, അവിടെ ഇപ്പോഴും സ്ഥിരതാമസക്കാരായിട്ടുണ്ട്. ഒരു ഇന്ത്യക്കാരനായ മലയാളിയായ ദേവൻ നായർ സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് പോലുമായിരുന്നിട്ടുണ്ട്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഈ ലോകത്തിന് തന്നെ ഒരു മാതൃകയാണ് ഈ ചെറിയ രാജ്യം. എന്നാൽ ഇപ്പോൾ അവർക്ക് മറ്റൊരു ബഹുമതി കൂടി വീണ്ടും ലഭിച്ചിരിക്കുന്നു. ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിൽ സിംഗപ്പൂർ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം സിംഗപ്പൂർ തന്നെയായിരുന്നു ഒന്നാമതെത്തിയിരുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുമ്പോൾ, ഒരു രാജ്യത്തെ പാസ്പോർട്ട് ഉടമകൾക്ക് എത്ര രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ സഞ്ചരിക്കാം എന്നുള്ളതാണ് ഈ ആഗോള പാസ്പോർട്ട് റാങ്കിങ്ങിൻ്റെ അടിസ്ഥാന തത്വം. ഇതനുസരിച്ച് സിംഗപ്പൂരിലെ പാസ്പോർട്ടുള്ള വ്യക്തികൾക്ക് 193 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ജപ്പാനാണ്. ജപ്പാനിലെ പാസ്പോർട്ട് ഉടമകൾക്ക് 190 രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം. മൂന്നാം സ്ഥാനത്തുള്ളത് യൂറോപ്യൻ രാജ്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ ഈ പല രാജ്യങ്ങളും അത്ര മികച്ച നിലവാരത്തിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. ഈ പട്ടികയിൽ തന്നെ ഏറ്റവും അവസാനമായിട്ടുള്ള, അതായത് 62ാം സ്ഥാനത്തുള്ള ബെലാറസൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളാണ്. അതേസമയം സ്വിറ്റ്സർലൻഡും ജർമ്മനിയൊക്കെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇപ്പോഴും ഒന്നാം നിരയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവർ വളരെ ഉയർന്ന നിലവാരം തന്നെയാണ് ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളോട് ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും കാര്യമാണ്. ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഈ റാങ്കിങ്ങിൽ ഏറെ പിന്നോട്ട് പോയിരിക്കുന്നു. 2015 ഒന്നാം സ്ഥാനത്ത് നിന്നത് UK ആയിരുന്നുവെങ്കിൽ 2014 അത് അമേരിക്കയായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും തന്നെ വളരെ പുറകിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഈ രണ്ട് രാജ്യങ്ങളും വിസയുടെയും മറ്റും കാര്യത്തിലൊക്കെ തന്നെ, അതല്ലെങ്കിൽ കുടിയേറ്റത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കർശനമായ നിലപാട് സ്വീകരിച്ചത് തന്നെയാണ് ഇതിന് ഒരുപക്ഷെ കാരണമായി തീർന്നത് എന്ന് തന്നെ കരുതേണ്ടി വരും. പക്ഷേ നമ്മളോട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഇന്ത്യയുടെ ഉയർച്ചയാണ്. ഇന്ത്യ ഇപ്പോൾ 77ാം സ്ഥാനത്താണ്. ഇതനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് കൈവശമുള്ള ഓരോ വ്യക്തിക്കും 59 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം എന്നുള്ളതാണ് ഇന്ത്യക്കാർക്ക് ലഭിക്കുന്ന അസുലഭമായ നേട്ടം. നേരത്തെ ഇന്ത്യ ഈ റാങ്കിങ്ങിലൊക്കെ തന്നെ വളരെ പുറകിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വർഷത്തെ ഈ റാങ്കിങ് പുറത്തു വരുമ്പോൾ ഇന്ത്യ വളരെ മുന്നിലായി എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളെക്കാളും നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ളതും വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ്. ജപ്പാനോടൊപ്പം ദക്ഷിണ കൊറിയയും രണ്ടാം സ്ഥാനം പങ്കിടുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജർമ്മനി, അയർലൻഡ്, ഇറ്റലി, സ്പെയിൻ എന്നീ 7 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളാണ് മൂന്നാം സ്ഥാനത്ത് ഉള്ളത്. ഇവർക്ക് 189 രാജ്യങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയും. തൊട്ടു പിന്നിൽ ഓസ്ട്രിയ, ബെൽജിയം, ലക്സംബർഗ്, നെതർലാൻഡ്സ്, നോർവേ, പോർച്ചുഗൽ, സ്വീഡൻ എന്നീ രാജ്യങ്ങളിലെ പാസ്പോർട്ട് ഉടമകൾക്ക് 188 സ്ഥലങ്ങളിലേക്ക് വിസ ഇല്ലാതെ യാത്ര ചെയ്യാം. ഷെങ്കൻ രാജ്യങ്ങളിലേക്കുള്ള വിസ പ്രവേശനവും യൂറോപ്യൻ രാജ്യങ്ങൾ പലതും ഇക്കാര്യത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഇളവുകളുമൊക്കെ തന്നെ ഈ രാജ്യങ്ങൾക്ക് ഇതേറെ ഈ റാങ്കിങ്ങിൽ മുന്നിലെത്തുന്നതിന് ഗുണകരമായി എന്നാണ് കരുതപ്പെടുന്നത്. UAE, സൗദി, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ വിസ നിയമങ്ങളിൽ ഏറെ ഇളവുകൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അവരുടെ റേറ്റിങ്ങിലും വളരെ മുന്നിലെത്തി കഴിഞ്ഞിരിക്കുന്നു ഈ 3 രാജ്യങ്ങൾ. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ഇന്ന് കാലം മാറിയിരിക്കുന്നു. ഈ യാത്രയിലും മറ്റും അനാവശ്യ നിയന്ത്രണങ്ങൾ പണ്ടത്തെ കാലത്തെ പോലെ ഏർപ്പെടുത്തുകയാണെങ്കിൽ ആ രാജ്യത്തേക്കുള്ള സന്ദർശകരുടെ എണ്ണം കുറവായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സിംഗപ്പൂരിനെ സംബന്ധിച്ച് അത് വലിയൊരു ടൂറിസ്റ്റ് പറുദീസ കൂടിയാണ്. സിംഗപ്പൂരിലെ എല്ലാവിധ വ്യവസായ സ്ഥാപനങ്ങളും വളരെ നല്ല നിലയിലാണ് പ്രവർത്തിക്കുന്നത്. സിംഗപ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കാൻ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വൻകിട കമ്പനികൾക്ക് പണ്ടും താല്പര്യമാണ്. ഇപ്പോഴും അവരത് തുടരുന്നുണ്ട്. കാരണം അവിടെ ഒരു വ്യവസായം തുടങ്ങാൻ എത്തുന്ന ആൾക്കെല്ലാം തന്നെ എല്ലാവിധ സഹായങ്ങളും നൽകാൻ സിംഗപ്പൂർ സർക്കാർ തയ്യാറാണ്. ഒരു ചെറിയ രാജ്യത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതിലൂടെ എങ്ങനെ അവർക്ക് വിജയിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് മുന്നിൽ കാട്ടിക്കൊടുത്ത ഒരു രാജ്യമാണ് സിംഗപ്പൂർ. ഏതായാലും ഈ പട്ടിക മൊത്തത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ സിംഗപ്പൂർ പോലെയുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഒന്നാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞു എങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വീണ്ടും മുകളിലേക്ക് ഈ പട്ടികയിൽ എത്താൻ കഴിഞ്ഞു. പക്ഷേ അമേരിക്കയും ബ്രിട്ടനും പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾക്കാകട്ടെ കുറേ രാജ്യങ്ങൾ ഈ പട്ടികയിൽ വന്നു എങ്കിൽ പോലും ഭൂരിപക്ഷം പേരും വളരെ താഴെയാണ് ഉള്ളത് എന്നുള്ളത് ഈ പട്ടികയെ വളരെ വിചിത്രമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ചില രാജ്യങ്ങളാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതും വളരെ പ്രത്യേകതയുള്ള ഒരു സംഭവമാണ്.